ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ജഗദംബികായേ നമഃ. ശാക്തേയ ഭക്തരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ 11ാമത്തെ അധ്യായമാണ് വിചാരം ചെയ്യുവാനുള്ളത്. ദേവി മഹാത്മ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അധ്യായങ്ങളാണ് പഞ്ചമവും അതേപോലെ ഏകാദശവും, അതായത് 5ാമത്തെ അധ്യായവും 11ാമത്തെ അധ്യായവും. ഈ 2 അധ്യായങ്ങളും പ്രത്യേകിച്ചും ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലുമൊക്കെ പാരായണം ചെയ്യുന്നത് ഉത്തമമാണ് എന്ന് ഗുരുക്കന്മാർ പറയാറുണ്ട്. ഇത് രണ്ടും ദേവന്മാരുടെ സ്തുതിയാണ്. 5, 11. 11ാമത്തെ അധ്യായത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇത് നമസ്കാര അധ്യായമായിട്ടാണ് പറയുന്നത്. അതായത് ഇതിലെ നമ്മൾ സ്തുതി വരുമ്പോൾ ഓരോ ശ്ലോകത്തിനും നമസ്കാരം ചെയ്ത് അമ്മയെ പ്രണമിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ്. നമ്മുടെ ജന്മജന്മാന്തരങ്ങളായി ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെയും നശിക്കുമെന്നാണ് വിശ്വാസം. അമ്മയുടെ കൃപയ്ക്കായിട്ട്, അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് അങ്ങനെ ചെയ്യുന്നത് ഉത്തമമായിട്ട് പറയാറുണ്ട്. നമുക്ക് 11ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ശുംഭനിശുംഭ വധത്തിനു മുൻപ് ആ ഒരു ദൗത്യം അമ്മയെ ഏൽപ്പിക്കുമ്പോഴാണ് പഞ്ചമത്തിലെ ആദ്യത്തെ സ്തുതി വരുന്നതെങ്കിൽ, ശുംഭനിശുംഭ വധത്തിന് ശേഷം 11ാമത്തെ അധ്യായത്തിൽ ദേവന്മാരുടെ അടുത്ത സ്തുതിയാണ്. അമ്മയുടെ കൃപ കൊണ്ട് അവർക്ക് വീണ്ടും സ്വൈരമായി സ്വസ്ഥമായി ജീവിക്കുവാനുള്ള അവസരം കൈവന്നതിൽ അവർ അത്യന്തം സന്തുഷ്ടരായിട്ട് ദേവിയെ സ്തുതിക്കുന്നതാണ് 11ാമത്തെ അധ്യായത്തിലുള്ളത്. നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഋഷിരുവാച ദേവ്യാ ഹതേ തത്ര മഹാസുരേന്ദ്രേ സേന്ദ്രാസുരാവഹ്നിപുരോഗമാസ്താം കാത്യായനീം തുഷ്ടുവുരിഷ്ടലാഭാത് വികാശി വക്ത്രാബ്ജ വികാസിതാശ. ദേവ്യാ ഹതേ തത്ര മഹാസുരേന്ദ്ര. ഋഷിരുവാച, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സുമേധസ് മഹർഷി കഥ തുടരുകയാണ്. മഹർഷി പറയുകയാണ്, ദേവ്യാ ഹതേ തത്ര മഹാസുരേന്ദ്ര. അങ്ങനെ ദേവിയാൽ ഹതേ എന്ന് പറഞ്ഞാൽ ഹതനായി തീർന്നു, മരണം കൈവരിച്ചു. ആര്? തത്ര മഹാസുരേന്ദ്ര. ആ മഹാ അസുരനായിട്ടുള്ള ശുംഭനും അതേപോലെ നിശുംഭനും 2 പേരും ഹതരായി തീർന്നു. സേന്ദ്ര സുരാവഹ്നി പുരോഗമാസ്താം സ ഇന്ദ്രഹ. ആ ഇന്ദ്രനാകട്ടെ അപ്പോൾ ഇന്ദ്രൻ തുടങ്ങിയ സുരാ വഹ്നി, അവിടെ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാര് വഹ്നി പുരോഗമാതാം, പുരോഗമ മുൻനിർത്തിക്കൊണ്ട്, അതായത് അഗ്നിയെ സാക്ഷിയാക്കിക്കൊണ്ട്, താം കാത്യായനീം, ആ കാത്യായനി ദേവിയെ തുഷ്ടുവുരിഷ്ടലാഭാത്, തുഷ്ടുവുഹു സ്തുതിച്ചു, ഇഷ്ടലാഭാത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടി. ശുംഭനിശുംഭന്മാരുടെയും മറ്റ് അസുരന്മാരുടെയും ഒക്കെ ശല്യമില്ലാതെയായി തീർന്നിരിക്കുന്നു. തങ്ങൾ ആഗ്രഹിച്ചതുപോലെ തങ്ങളുടെ രാജ്യം തിരികെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിൽ അത്യധികം സന്തുഷ്ടരായിട്ട് ദേവിയെ നന്നായി അഗ്നിസാക്ഷിയായി സ്തുതിച്ചു. പിന്നെയോ വികാസി വക്ത്രാംശു വികാസിതാശ. വികാസി വക്ത്രാംശു എന്ന് പറഞ്ഞാൽ അഭീഷ്ടസിദ്ധിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിൽ സന്തുഷ്ടരായിട്ട് അവരുടെ
മുഖാരവിന്ദത്തിൽ നിന്നും, ദേവന്മാരുടെ മുഖങ്ങളിൽ നിന്നും വക്ത്ര അംശു വികാസിതാശ, ആ മുഖങ്ങളിൽ നിന്നും, അവരുടെ മുഖങ്ങളിൽ നിന്നുണ്ടായ ആ തേജസ്സിൽ നിന്നുള്ള രശ്മികൾ കൊണ്ട് തന്നെ വികാസിതാശ, ദിക്കുകളാകെ പ്രകാശിച്ചു. അപ്പോൾ അവരുടെ മുഖത്തെ ആ സന്തോഷത്തിൽ നിന്നുണ്ടായ രശ്മികൾ, ആ ആനന്ദരശ്മികൾ എല്ലാ ദിക്കുകളിലും തട്ടിപ്രതിഫലിച്ചു. അതുകൊണ്ട് തന്നെ ദിക്കുകളും അതേപോലെ തന്നെ പ്രശോഭിച്ചു, പ്രകാശിച്ചു. ഇനിയും രണ്ടാമത്തെ ശ്ലോകം. ദേവ ഊചുഹു. ഇനിയും ആ ദേവന്മാർ പറഞ്ഞ കാര്യങ്ങളാണ്, ആ സ്തുതിയിലേക്കാണ് നമ്മൾ വരുന്നത്. ദേവി പ്രപന്നാർത്തി ഹരേ പ്രസീത, പ്രസീത മാതർജഗതോഖിലസ്യ, പ്രസീത വിശ്വേശ്വരി പാഹി വിശ്വം ത്വമീശ്വരി ദേവി ചരാചരസ്യ. ദേവന്മാര് എങ്ങനെയാണ് സ്തുതിച്ചതെന്ന് പറയുകയാണ്. ദേവി പ്രപന്നാർത്തി ഹരേ പ്രസീത, അല്ലയോ ദേവി, അവിടുത്തെ ആ സന്നിധാനത്തില് ദുഃഖിതരായി ശരണം പ്രാപിക്കുന്നവരുടെ പ്രപന്ന ആർത്തിഹരെ, ദുഃഖത്തെ മുഴുവൻ ഇല്ലാതെയാക്കുന്നതായിട്ടുള്ള അല്ലയോ ദേവി, അവിടുന്ന് പ്രസീത, പ്രസാദിച്ചാലും ദേവി. പിന്നെയോ പ്രസീത മാതർജഗതോ അഖിലസ്യ, പ്രസീത മാതർജഗത അഖിലസ്യ, ഈ ലോകത്തിന് മുഴുവൻ, ജഗത്തിൻ്റെ മുഴുവൻ മാതാവായിട്ടുള്ള അല്ലയോ ദേവി, അവിടുന്ന് പ്രസാദിച്ചാലും. പ്രസീത വിശ്വേശ്വരി പാഹി വിശ്വം, ഈ പ്രപഞ്ചത്തിന് വിശ്വേശ്വരി, പ്രപഞ്ചത്തിന് കാരണഭൂതയായിട്ടുള്ള അല്ലയോ ദേവി, അവിടുന്ന് പ്രസീത, അവിടുന്ന് പ്രസാദിച്ചാലും. ത്വം ഈശ്വരി ദേവി ചരാചരസ്യ, ചരാചരസ്യ, ചരങ്ങളും അചരങ്ങളും ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഈ ലോകത്തിന് ത്വം ഈശ്വരി, അവിടുന്ന് തന്നെയാണ് ഈശ്വരിയായിരിക്കുന്നത്, രക്ഷകയായിരിക്കുന്നത്. അവിടുന്ന് ഈ പ്രപഞ്ചത്തെ പാഹി വിശ്വം, രക്ഷിച്ചാലും ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ രക്ഷിക്കണമേ. ഇനി അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. ആധാരഭൂത ജഗതസ്ത്വമേക മഹീസ്വരൂപേണ യതസ്ഥിതാസി, അപാം സ്വരൂപസ്ഥിതയാ ത്വയൈതദ് ആപ്യായത്തെ കൃത്സ്നമലംഘ്യ വീര്യേ. ആധാരഭൂത ജഗതസ്ത്വമേക, ഈ ജഗത്തിനു മുഴുവൻ ത്വം ഏക ആധാരഭൂത, അങ്ങ് ദേവി അവിടുന്ന് മാത്രമാണ്, അവിടുന്ന് ഒരാൾ മാത്രമാണ് ഈ ജഗത്തിന് ആശ്രയമായിരിക്കുന്നത്. മഹീസ്വരൂപേണ യതസ്ഥിതാസി, മഹീസ്വരൂപേണ, അതായത് ഈ ഭൂമി, സ്വരൂപേണ എന്ന് പറഞ്ഞാൽ, മഹി എന്നാൽ ഭൂമി, അപ്പോൾ ഭൂമിദേവിയുടെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതും യതസ്ഥിതാസി, അമ്മേ അവിടുന്ന് തന്നെയാണ്. കഴിഞ്ഞില്ല. അപാം സ്വരൂപസ്ഥിതയാ ത്വയൈതദ്, അപാം സ്വരൂപസ്ഥിതയാ, ജലത്തിൻ്റെ രൂപത്തിൽ, ജലസ്വരൂപമായി തീർന്നിരിക്കുന്ന അല്ലയോ ദേവി, അവിടുന്നാണ്. ത്വയി ഏതത് ആപ്യായതേ കൃത്സ്നം അലംഘ്യവീര്യേ, ദേവി അവിടുന്ന് ജലത്തിൻ്റെ സ്വരൂപമായി തീർന്നിരിക്കുന്ന ദേവി അവിടുന്നാണ് ഈ ജഗത്തിനെ വർദ്ധിപ്പിക്കുന്നത്, അതിനെ അഭിവൃദ്ധിപ്പെടുത്തുന്നത്. തന്നെയല്ല, കൃത്സ്നം അലംഘ്യവീര്യേ, ആർക്കും ലംഘിക്കാനാവാത്തതായിട്ടുള്ള ബലപ്രഭാവത്തോടു കൂടിയ ദേവി, ഞങ്ങളെ അവിടുന്ന് പരിപാലിച്ചാലും രക്ഷിച്ചാലും. ഇനി അടുത്തത് നാലാമത്തെ ശ്ലോകമാണ്. ത്വം വൈഷ്ണവീ ശക്തിരനന്തവീര്യ വിശ്വസ്യ ബീജം പരമാസി മായ, ത്വന്മോഹിതം ദേവി സമസ്തമേതത് ത്വം വൈ പ്രസന്ന ഭുവി മുക്തിദൈവ. ഇവിടെ മുക്തിദ ഏവ അല്ലെങ്കിൽ മുക്തിദൈവ, അതിന് ചില ഗ്രന്ഥങ്ങളിൽ മുക്തിഹേതു എന്നും കാണാറുണ്ട്. രണ്ടും ശരിയാണ്. ത്വം വൈഷ്ണവീ ശക്തിരനന്തവീര്യ, അനന്തവീര്യ, ഒരിക്കലും അവസാനിക്കാത്തതായിട്ടുള്ള വീര്യത്തോടു കൂടിയ, ബലപ്രഭാവത്തോടു കൂടിയ അവിടുന്ന് ത്വം വൈഷ്ണവീ ശക്തി, വൈഷ്ണവീ ശക്തിയായിരിക്കുന്ന അലയോ ദേവി,
വിശ്വസ്യ ബീജം പരമാസിമായ. വിശ്വസ്യ ഈ വിശ്വത്തിൻ്റെ ബീജം, വിശ്വത്തിന് കാരണഭൂതയായിരിക്കുന്ന അല്ലയോ ദേവി, പരമാസിമായ അവിടുന്ന് ഏറ്റവും പരമമായ ശ്രേഷ്ഠമായ മായാരൂപം തന്നെയാണ്. ത്വൻ മോഹിതം ദേവി സമസ്തമേതത്. അവിടുന്നാകട്ടെ അമ്മേ സർവ്വതിനെയും മോഹിപ്പിക്കുന്നതായിട്ടുള്ള മായയായി സ്ഥിതി ചെയ്യുന്നു. കഴിഞ്ഞില്ല. ത്വം വൈ പ്രസന്ന ഭുവി മുക്തിദൈവ. ത്വം വൈ പ്രസന്ന അല്ലയോ ദേവി, അവിടുന്ന് ഭക്തന്മാരിൽ പ്രസന്നയായാൽ പിന്നെ ഭുവി മുക്തിദൈവ, മുക്തിദായവായി മോക്ഷത്തെ പോലും കൊടുത്ത് അവിടുന്ന് ദേവി അവിടുന്ന് അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. ഇനി മുക്തി ഹേതു എന്നാണെങ്കിൽ മോക്ഷത്തിന് കാരണമായി ഭവിക്കുന്നതും അമ്മേ അവിടുന്ന് തന്നെയാണ്. ബ്രഹ്മാദികളായിട്ടുള്ളവരെ പോലും മോഹിപ്പിക്കുന്ന മായയായി വർത്തിക്കുന്നതും ആ മായയ്ക്ക് അതീതമായ മോക്ഷത്തിലേക്ക് തൻ്റെ ഭക്തജനങ്ങളെ കൊണ്ടെത്തിക്കുന്നതും അല്ലയോ അമ്മേ അവിടുന്ന് തന്നെയാണ്. വൈഷ്ണവി ശക്തിയായിട്ടുള്ള അവിടുന്ന്, ജലത്തിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന അവിടുന്ന്, ഭൂമിദേവിയായി സ്ഥിതി ചെയ്യുന്ന അവിടുന്ന്. ഇവിടെ ഇതിനോട് ചേർത്ത് വായിക്കാൻ കഴിഞ്ഞ അധ്യായത്തിൽ നമുക്ക് ദേവി തന്നെ പറയുന്നുണ്ട്, ഈ വിശ്വത്തിൽ ഞാൻ ഒന്ന് മാത്രമേയുള്ളൂ, രണ്ടാമതൊന്നില്ല. ഇവിടെ പറയുകയാണ്, ഇവിടെ ജലമായി വർത്തിക്കുന്നതും ഭൂമിദേവിയായി വർത്തിക്കുന്നതും ദേവന്മാർ പറയുന്നു ഇതെല്ലാം അമ്മേ അവിടുന്ന് തന്നെയാണ്. വൈഷ്ണവി ദേവിയായിരിക്കുന്ന, വൈഷ്ണവി ശക്തിയായിരിക്കുന്ന അവിടുന്ന് തന്നെയാണ്. എല്ലാത്തിനെയും പ്രപഞ്ചത്തെ ഒന്നാകെ മോഹിപ്പിക്കുന്നതും പ്രപഞ്ചത്തിന് അതീതമായി മോക്ഷത്തിലേക്ക് എത്തിക്കുന്നതും ഭക്തരെ അമ്മേ അവിടുന്ന് തന്നെയാണ്. ഇനി അടുത്തത് 5-ാമത്തെ ശ്ലോകമാണ്. വിദ്യാ സമസ്താസ്തവ ദേവി ഭേദാ സ്ത്രിയ സമസ്താ സകലാ ജഗത്സു ത്വയൈകയാ പൂരിതമംബയൈതത് കാത്തേ സ്തുതി സ്തവ്യപരാപരോക്തി. വിദ്യാ സമസ്താസ്തവ ദേവി ഭേദാ. വിദ്യാസമസ്ത എല്ലാ വിദ്യകളും, അതായത് ഇപ്പോൾ യോഗവിദ്യ ആണെങ്കിലും സാഖ്യവിദ്യയാണെങ്കിലും ഏതെടുത്താലും ഇങ്ങനെയുള്ള എല്ലാ വിദ്യകളും തവ ദേവി ഭേദ, എല്ലാ വിദ്യകളും അല്ലയോ ദേവി അവിടുത്തെ തന്നെ ഓരോ ഭേദങ്ങളാണത്രേ. അതായത് ഇതൊന്നും ഭിന്നമല്ല, എല്ലാം ഒന്നിൽ നിന്നുണ്ടായതാണ്, ഒന്നിൻ്റെ തന്നെ ഭാഗമാണ്. സ്ത്രീയ സമസ്ത സകലാ ജഗത്സു. അല്ലയോ ദേവി അവിടുത്തെ ഭേദങ്ങളാണ് ഈ വിദ്യകളെന്ന് പറഞ്ഞു. കഴിഞ്ഞില്ല. അവിടുന്ന് ഇപ്പോൾ എല്ലാ വിദ്യയും അവിടുന്നാണെങ്കിൽ നമ്മൾക്കറിയാം, കലയും ലോകത്തിലുള്ള എല്ലാ കലയും അമ്മയുടെ തന്നെ രൂപമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് നടനമായിക്കോട്ടെ നാട്യമായിക്കോട്ടെ എല്ലാത്തിനും അമ്പയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ കലകൾക്കും അതേപോലെ തന്നെ സംസാര ബന്ധത്തെ പുലർത്തുന്നതായിട്ടുള്ള സ്ത്രീ സമൂഹവും ദേവി അമ്മേ അവിടുത്തെ ഭേദമാണ്. പിന്നെയോ ത്വയൈകയാ പൂരിതമംബയൈത്. ത്വയ ഏകയാ പൂരിതം, ത്വയി ഏകയാ പൂരിതം അംബയ ഏതത്. ദേവിയാൽ തന്നെ നിറയപ്പെട്ടതാണ് ഈ ജഗത്ത്. അങ്ങനെ വിശിഷ്ടയായ ദേവി അമ്മ ഒരിടം പോലും അമ്മയില്ലാത്തതായിട്ട് ഒരിടം പോലും പാഴായി കിടക്കുന്നില്ല. എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന പൂരിതം അമ്പയേതത്. അമ്മയെ കൊണ്ട് നിറഞ്ഞതാണ് ഈ വിശ്വം മുഴുവനും. അമ്മയില്ലാത്തതായിട്ടുള്ള ഒരിടം പോലുമില്ല. കാത്തേ സ്തുതി സ്തവ്യപരാപരോക്തി. അങ്ങനെയുള്ള ദേവി അമ്മേ അവിടുത്തെ കാത്തേ സ്തുതി സ്തവ്യപരാപരോക്തി. അങ്ങനെ ഉള്ള ദേവി, സ്തുതിക്കപ്പെടേണ്ടവളായിട്ടുള്ള ദേവി അവിടുത്തെ സ്തുതിക്കുവാൻ കാത്തേ സ്തുതി. അമ്മയെ ഏതൊരു സ്തുതിഗീതം കൊണ്ടാണ് ഞാൻ സ്തുതിക്കേണ്ടത്, എങ്ങനെയാണ് സ്തുതിക്കേണ്ടത്? കാരണം ആ സ്തുതിക്കുവാൻ പോലും ഞങ്ങൾക്ക് കഴിവില്ല. സ്തുതിക്കണമെങ്കിൽ അമ്മയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയണം. ഇത് ആർക്കാണ് അമ്മയെ പൂർണ്ണമായിട്ട് അറിയാൻ കഴിയുക? അതുകൊണ്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഏത് സ്തുതിഗീതം കൊണ്ടാണ് സ്തുതിക്കേണ്ടത്, എങ്ങനെയാണ് സ്തുതിക്കേണ്ടത്? ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ അമ്മേ എന്ന് ദേവിയോട് പറയുകയാണ്. ഇനിയും 6-ാമത്തെ ശ്ലോകമാണ്. സർവഭൂത യഥാ ദേവി സ്വർഗമുക്തിപ്രദായിനി ത്വം സ്തുതാ സ്തുതയേ കാവ ഭവന്തു പരമോക്തയ.
സർവഭൂതേ സദാദേവി, സർവഭൂതങ്ങളിലും സദാ എല്ലായിടത്തും, അതായത് അകത്തും പുറത്തും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള അമ്മേ ഭഗവതി, സ്വർഗമുക്തിപ്രദായിനി, സ്വർഗവും മോക്ഷവും പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ദേവി, ത്വത് സ്തുതൗ സ്തുതയ കാവ, അവിടുത്തെ സ്തുതിക്കുവാൻ ഭാഗ്യവാന്മാർക്ക് മാത്രമേ സാധ്യമാകുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ ത്വത് സ്തുതൗ സ്തുതയ കാവ ഭവന്തി പരമോക്തയ, അങ്ങനെയുള്ള അവരുടെ വചനങ്ങൾ അതിവിശിഷ്ടങ്ങളായിട്ടുള്ള സ്തുതികളായി തീരുന്നു. അപ്പോൾ അവിടുത്തെ സ്തുതിക്കണമെങ്കിൽ തന്നെ അതിന് പരമഭാഗ്യവന്മാരായിട്ടുള്ളവർക്ക് മാത്രമേ അങ്ങനെ ഒരു അവസരം ലഭിക്കുകയുള്ളൂ, അവർക്ക് അതിന് കഴിയുകയുമുള്ളൂ. ഭക്തദാസ് അമ്മേ, അവിടുത്തെ ശക്തിയുടെ ദാസരായിട്ടുള്ള ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തന്മാർക്ക് അവിടുത്തെ സ്തുതികളൊക്കെ അങ്ങനെ അനിർഗളമായി അവരുടെ കണ്ഠത്തിൽ നിന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഞങ്ങളാകട്ടെ ഇതുപോലെ ഞങ്ങളുടെ ഒരു കാര്യസിദ്ധിക്ക് വേണ്ടി അമ്മയെ അഭയം പ്രാപിച്ചതാണ്. അമ്മ അത് ചെയ്തു തരികയും ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ഇനി എന്തു സ്തുതിയാണ് അമ്മേ അവിടുത്തെ മുൻപിൽ ആലപിക്കേണ്ടത്, സ്തുതിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ഇനി അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ സ്വർഗാപവർഗതേ ദേവി നാരായണീ നമോസ്തുതേ. നമുക്ക് അമ്മയുടെ നാരായണീ സ്തുതിയാണ് ഈ ഒരു ഇപ്പോൾ നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാരായണീ സ്തുതി അത്യന്തം ശ്രേഷ്ഠമായിട്ടാണ് പറയാറുള്ളത്. ഇതിനൊരുപാട് ഗുണങ്ങൾ പറയാറുണ്ട്. ഏറ്റവും പ്രധാനം ദേവന്മാർക്കിപ്പോൾ സാധിച്ചു കിട്ടിയ പോലെ തന്നെ അഭീഷ്ട വരപ്രധാനിയായിട്ടുള്ള അമ്മയെ ഈ ഒരു സ്തുതി ചൊല്ലി സ്തുതിക്കുന്നത് കൊണ്ട് കാര്യസിദ്ധി പറയാറുണ്ട്. രണ്ടാമത്തേത്, നമുക്ക് എന്തൊരു ആപൽഘട്ടം വന്നാലും ഈ സ്തുതി ചെയ്ത് ഈ ഒരു സ്തുതി പാരായണം ചെയ്തുകൊണ്ട് അമ്മയെ സ്തുതിച്ചാൽ അമ്മ ഓടി വരും ഭക്തൻ്റെ രക്ഷയ്ക്കായിട്ട് എന്നും പറയാറുണ്ട്. ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ഈ ഒരു നാരായണീ സ്തുതിക്ക് പറയാറുണ്ട്. നമുക്കിനി അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. സർവസ്യ ബുദ്ധിരൂപേണ, എല്ലാവരുടെയും ഉള്ളിൽ ബുദ്ധിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള അല്ലയോ ദേവി, ജനസ്യ ഹൃദി സംസ്ഥിതേ, ജനങ്ങളുടെ ഹൃദയത്തിൽ, സർവജനങ്ങളുടെയും ഹൃദയത്തിൽ ബുദ്ധിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന അല്ലയോ ദേവി, സ്വർഗാപവർഗതേ ദേവി നാരായണീ നമോസ്തുതേ. സ്വർഗാപവർഗതേ, സ്വർഗം മോക്ഷം എന്നിവകൾക്കായി, അതായത് എല്ലാ തരത്തിലും അവിടുന്ന് മോക്ഷത്തെ നൽകുന്നു, മനഃശക്തിയെ നൽകുന്നു. അങ്ങനെയുള്ള ദേവി നാരായണീ നമോസ്തുതേ. അങ്ങനെ ബന്ധമോക്ഷങ്ങൾക്ക് കാരണമാകുന്ന മനസ്സാകുന്നു അമ്മേ അവിടുന്ന്, അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധിയാകുന്നു. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും അമ്മയെന്ന പരമമായ തത്വത്തെ, സത്യത്തെ അറിഞ്ഞുകൊണ്ട് ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടി മോക്ഷത്തിലേക്ക് എത്തുവാനും അമ്മേ അവിടുത്തെ ഒരു കൃപയുണ്ടാകണം. അതായത് സൽബുദ്ധി തോന്നിയാൽ മാത്രമേ നമുക്ക് നേരായ വഴിയിൽ ചരിക്കുവാൻ കഴിയൂ. ആത്മീയമായ പാതയിൽ അമ്മേ അവിടുത്തെ മഹത്വം അറിഞ്ഞ് മുന്നേറുവാൻ കഴിയണമെങ്കിൽ അതിനും അവിടുത്തെ ഒരു കൃപ, കാരുണ്യമുണ്ടാകണം. സ്വർഗമോക്ഷ പ്രദായിനിയായിട്ടുള്ള നാരായണീ ദേവി, അവിടുത്തേക്ക് എൻ്റെ നമസ്കാരം. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. കലാകാഷ്ഠാദിരൂപേണ പരിണാമപ്രദായിനി വിശ്വസ്യോപരതൗ ശക്തേ നാരായണി നമോസ്തുതേ. കലാകാഷ്ഠാദിഭേദേന, കല, കാഷ്ഠ എന്നിങ്ങനെയുള്ള അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള കാലയളവുകൾ, അതിനെയൊക്കെ വരുത്തി, ഈ കാലയളവുകളൊക്കെ വരുത്തിയിട്ട് പരിണാമപ്രദായിനി, ജഗത്തിനെ പരിണാമാവസ്ഥയിലേക്ക് ചേർക്കുന്ന അല്ലയോ ദേവി, വിശ്വസ്യോപരതൗ ശക്തേ, വിശ്വത്തിൻ്റെ വിനാശത്തിൽ ശക്തയായിട്ടുള്ള, വിശ്വസ്യ ഉപരതൗ ശക്തി, അതായത് ഈ വിശ്വം നിലകൊള്ളുന്നത് ദേവിയിലാണ്, വിശ്വത്തിൽ ദേവിയല്ല നിലകൊള്ളുന്നതെന്നിരിക്കെ വിശ്വത്തിൻ്റെ വിനാശമായാലും സൃഷ്ടിയായാലും അതിനൊക്കെ ഉപരിയായി അതീതയായി നിലകൊള്ളുന്ന അല്ലയോ ശക്തിസ്വരൂപിണിയായ ദേവി നാരായണി നമോസ്തുതേ. നാരായണീ ദേവി, അവിടത്തേക്ക് നമസ്കാരം. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. സർവമംഗളമാംഗല്യേ
സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി, അല്ലെങ്കിൽ നാരായണീ നമോസ്തുതേ. ഇവിടെ ശരണ്യേ ത്രയംബകേ ദേവി എന്നും ഗൗരി എന്നും കാണാം. രണ്ടും ശരിയാണ്. ഗൗരിയും ദേവിയാണ്, ദേവി തന്നെയാണ് ഗൗരിയും. സർവമംഗളമംഗല്യേ, എല്ലാവിധത്തിലുമുള്ള മംഗളങ്ങളും പ്രദാനം ചെയ്യുന്ന, ഐശ്വര്യത്തിൽ എത്തിച്ചേർക്കുന്ന, പൊതുവേ നമ്മൾ മംഗളം എന്നുള്ളതിന് ഐശ്വര്യത്തിൽ എത്തിച്ചേർക്കുന്ന കർമ്മങ്ങളെയാണ് നമ്മൾ മംഗളം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എല്ലാ മംഗളകർമ്മങ്ങൾക്കും മംഗളത്തെ കൊടുക്കുന്നവളായിട്ടുള്ള, സർവമംഗളമംഗല്യേ, മംഗളകർമ്മങ്ങൾക്കൊക്കെ മംഗളത്തെ കൊടുക്കുന്നതായിട്ടുള്ള രക്ഷാസ്വരൂപിണിയായ ദേവി, ശിവേ സർവാർത്ഥസാധികേ, ശിവേ ശിവഭഗവാന്റെ പാതിയായിട്ടുള്ള ദേവി, മംഗളത്തെ പ്രദാനം ചെയ്യുന്നവളെ, ശിവം കൊടുക്കുന്നവളും ശിവയാണ്, ശിവനിൽ പാതിയായിട്ടുള്ളവളും ശിവയാണ്. അങ്ങനെയുള്ള ദേവി സർവാർത്ഥസാധികേ, എല്ലാ അർത്ഥങ്ങളെയും, അതായത് 4 പുരുഷാർത്ഥങ്ങളെയും, കാമാർത്ഥം, ധർമ്മം, മോക്ഷം തുടങ്ങിയ 4 പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്നതായിട്ടുള്ള അലയോ ദേവി ശരണ്യേ, എല്ലാ ശരണാഗതന്മാർക്കും ആശ്രയമായിട്ടുള്ള ദേവി, ത്രയംബകേ. അങ്ങനെ ഇവിടെ ത്രയംബകേ എന്നുള്ള അതായത് ഭക്തന്റെ അനുഗ്രഹത്തിനായിക്കൊണ്ട് മൂന്നാമതൊരു കണ്ണുകൂടിയുള്ള അല്ലയോ ദേവി, നാരായണീ നമോസ്തുതേ. അമ്മേ, അവിടത്തേക്കായിക്കൊണ്ട്, നാരായണീ ഭഗവതി അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. ഇനി അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ, ശരണാഗത ദീന ആർത്ത പരിത്രാണ പരായണേ, ശരണം പ്രാപിക്കുന്ന ദീനന്മാരും അതുപോലെ ആർത്തന്മാരെന്ന് പറഞ്ഞാൽ ദുഃഖിതന്മാരായിട്ടുമുള്ളവർക്ക് അവരുടെ പരിത്രാണത്തിന്, അതായത് രക്ഷണത്തില് പരായണേ തൽപരയായിട്ടുള്ള അലയോ ദേവി, സർവസ്യാർത്തി ഹരേ ദേവി, എല്ലാവരുടെയും ആർത്തിയെ ഹരിക്കുന്ന, ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്നതായിട്ടുള്ള അലയോ ജഗദംബികേ ദേവി, നാരായണീ നമോസ്തുതേ. അങ്ങനെയുള്ള നാരായണീ ഭഗവതി അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. ഇനി അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. അത് അമ്മ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ചാമുണ്ഡായൈ നമഃ.